കണ്ണൂരിൽ CPM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ RSS ബോംബാക്രമണം. പള്ളിക്കുന്ന്, ചവശ്ശേരി എന്നിവിടങ്ങളിൽ CPM പ്രവർത്തകരായ C. സുരേന്ദ്രൻ, വിനോദൻ എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. എന്നാൽ പാർട്ടി പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ മോർഫ് ചെയ്ത നഗ്ന ചിത്രം നെറ്റിൽ പ്രചരിപ്പിക്കുമെന്ന് സ്ത്രീകളോട് സംഘപരിവാർ ഭീഷണിപ്പെടുത്തി. കണ്ണൂരിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ഇന്നലെ അഴീക്കോട് CPM പ്രവർത്തകരായ ഷഹീർ, ഷൈജു എന്നിവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും CPM പ്രവർത്തകരുടെ 19 വീടുകൾ ബോംബെറിഞ്ഞും ആക്രമിച്ചും തകർത്തതിന് തൊട്ടുപിന്നാലെ പഞ്ഞിക്കൽ ചാത്തോത്ത് രേണുകയുടെ വീട് ബോംബെറിഞ്ഞ് തകർത്തു. ഇന്നലെ രാത്രി ചാവശ്ശേരി നടുവനാട് കുട്ടൂറിഞ്ഞാലിലെ CPM പ്രവർത്തകൻ വിനോദിന്റെ വീട്ടിൽ എത്തിയ അക്രമി സംഘം സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തു. വിനോദിന്റെ ഗർഭിണിയായ ഭാര്യ ദീപ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലാണ്. വിനോദിന്റെ സഹോദരി റീനയെ മകനും സഹോദരനും പാർട്ടി പ്രവർത്തനം നടത്തിയാൽ മോർഫ് ചെയ്ത നഗ്നചിത്രം നെറ്റിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വസ്ത്രം വലിച്ചു കീറിയതായും പറയുന്നു. വടക്കലെ വിനോഹിയാണ്, ഒന്ന് രാധാകൃഷ്ണാടിന്റെ മോയെ ജിഷ്ണു ആണ്, പിന്നെ അടിയിൽ ഒരു 5-10 ആൾക്കാരുണ്ട്, അജി, പിന്നെ അഭിലാഷ്. അവരെൻ്റെ മോനെ പുറത്തോട്ട് ഇറക്കാനാണ് ആവശ്യപ്പെട്ടത്. വാതിൽ ചവിട്ടി തുറന്ന് ഇവരകത്ത് കടന്ന് എന്നെ പിടിച്ച് എൻ്റെ നൈറ്റിയൊക്കെ മേടിച്ച് കയറി എൻ്റെ തല മാറ്റി വെച്ചിട്ടുള്ളൊരു ഡ്രസ്സില്ലാത്തൊരു ഫോട്ടോ, പിന്നെ എൻ്റെ ആങ്ങളെയും എൻ്റെ മോനും പാർട്ടി പ്രവർത്തനത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവർ നെറ്റ് വഴി പുറത്തിറക്കും. BJP ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്തിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. എന്നാൽ വീടിന് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിക്കുകയാണെന്നും ആക്രമണത്തിൽ CPM-ന് പങ്കില്ലെന്നും CPM നേതാക്കൾ അറിയിച്ചു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി RSSും BJPയും നടത്തുന്ന ആസൂത്രിതമായ ആക്രമണങ്ങളാണ് ജില്ലയിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. ഭക്തിഭ്രാന്ത് സൃഷ്ടിച്ച് നാട്ടിൽ കലാപവും അരാജകത്വവും ഉണ്ടാക്കി സമാധാനം തകർക്കാനുള്ള ശ്രമമാണ് RSS നടത്തുന്നത്. RSSന്റെ സഹോദരി ബന്ധം കാപട്യമാണെന്നും ഭക്തിയെല്ലാം മറിച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കലാണ് RSSന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചാലാട് CPIM പ്രവർത്തകന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. ആക്രമണം നടന്ന സ്ഥലങ്ങൾ CPIM നേതാക്കൾ സന്ദർശിച്ചു. കണ്ണൂരിൽ പോലീസ് റെയ്ഡ് തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കാസർഗോഡ് വീണ്ടും RSS ആക്രമണം. കാസർഗോഡ് കൊളവയലിൽ 4 CPM പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഷിജു, ശ്രീജേഷ്, രതീഷ്, ശ്രീജിത്ത് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. വൈകുന്നേരം 5:30-യോടെയായിരുന്നു സംഭവം. പരിക്കേറ്റവരെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീജേഷിന്റെ പരിക്ക് ഗുരുതരമാണ്. CPM-നെ തകർക്കാൻ RSSുമായി മുഖ്യമന്ത്രി രഹസ്യധാരണയുണ്ടാക്കിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അതേസമയം കണ്ണൂരിൽ ആക്രമിച്ച വീടുകളിൽ RSSുകാർ മോഷണവും നടത്തിയെന്ന് CPIM കണ്ണൂർ ജില്ലാ നേതൃത്വം ആരോപിച്ചു. തൃശൂർ കൊടകരയിൽ BJP പ്രവർത്തകരുടെ ആക്രമണത്തിൽ തകർന്ന CPIM ഓഫീസുകളിൽ ജില്ലാ സെക്രട്ടറി AC മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. CPM-നെ തകർക്കാൻ RSSുമായി മുഖ്യമന്ത്രി രഹസ്യധാരണയുണ്ടാക്കിയതായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ധാരണയെന്നും കോടിയേരി പ്രതികരിച്ചു. ആസന്നമായ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ പലയിടങ്ങളിലും സംഘർഷം സൃഷ്ടിച്ച് CPM പ്രവർത്തകന്മാരെ പ്രകോപിതരാക്കുക, അങ്ങനെയുള്ള പ്രകോപനത്തിൽ എവിടെയെങ്കിലും പാർട്ടി സഖാക്കൾ പെട്ടുപോയാൽ തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ആ സംഭവം ഉപയോഗിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് അക്രമം എന്ന് പ്രചരിപ്പിച്ച് BJP കോൺഗ്രസ് ബന്ധം സ്ഥാപിക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് നടക്കുന്നത്. കേസുകൾ പിൻവലിക്കാമെന്നുള്ള ധാരണയിൽ പോലീസിന്റെ സംരക്ഷണയിലാണ് RSS ആക്രമണം നടത്തുന്നതെന്നും കോടിയേരി പറഞ്ഞു. സ്ത്രീത്വത്തെ ആക്രമിക്കുന്ന കാട്ടാളത്വമാണ് കണ്ണൂരിൽ RSS നടത്തുന്നതെന്നും ആക്രമിച്ച വീടുകളിൽ RSSുകാർ മോഷണം നടത്തുന്നതായും P. ജയരാജൻ പ്രതികരിച്ചു. വീടുകൾ വ്യാപകമായിട്ട് ആക്രമിക്കുന്നതിലുണ്ടായി എന്ന് മാത്രമല്ല, ഒരു വീട്ടിൽ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ അവിടെ സ്വർണ്ണാഭരണവും പണവും കവർച്ച ചെയ്യുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. ഗർഭിണി ഉൾപ്പെടെയുള്ള ആളുകളെയാണ് പരിക്കേൽപ്പിച്ചത്. അവർ 5 പേരും AKG ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ ജാഥയാണ് ശ്രീകൃഷ്ണ ജയന്തി കൊണ്ട് RSS ഉദ്ദേശിക്കുന്നതെന്നും ഇത് തുറന്നുകാട്ടുന്നതുകൊണ്ടാണ് CPM-നോട് രോക്ഷം കൂടുന്നതെന്നും MP ജയരാജനും പ്രതികരിച്ചു. തൃശൂർ കൊടകരയിൽ BJP പ്രവർത്തകരുടെ ആക്രമണത്തിൽ തകർന്ന CPIM ഓഫീസുകളിൽ ജില്ലാ സെക്രട്ടറി AC മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. ന്യൂസ് ഡെസ്ക്. വെള്ളാപ്പള്ളി നടേശന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ മറുപടി. ഗുരുവിനെ ഗുരുവാക്കുന്നത് ചരിത്ര നിഷേധമാണെന്ന് VS അച്യുതാനന്ദൻ അഭിപ്രായപ്പെട്ടു. കുമാരനാശാന്റെ കസേരയിലിരുന്ന് ഓരോന്ന് പറഞ്ഞാൽ തിരുത്തേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുദേവ ദർശനങ്ങൾ വായിക്കുന്നത് വെള്ളാപ്പള്ളിക്ക് ഗുണം ചെയ്യുമെന്നും VS പറഞ്ഞു. ജാതിമത ചിന്തകൾ ഇളക്കിവിടാൻ ഗൂഢശ്രമം നടത്തുന്നതായി സ്വാമി പ്രകാശാനന്ദ അഭിപ്രായപ്പെട്ടു. ഗുരു പറഞ്ഞത് ഒരേ ഒരു ജാതിയായ മനുഷ്യജാതിയെക്കുറിച്ചാണെന്നും എല്ലാവരെയും ഒരേപോലെ കാണാനാണ് ഗുരു പറഞ്ഞതെന്നും പ്രകാശാനന്ദ പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ പ്രവർത്തന ശൈലി മാറ്റണമെന്ന് വെള്ളാപ്പള്ളി. SNDPയെ ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് ജാതിയില്ലെന്ന് പറയുന്ന VSും മക്കളും
ജാതി നോക്കിയാണ് കല്യാണം കഴിച്ചതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പ്രമുഖ കന്നഡ പണ്ഡിതനും കന്നഡ യൂണിവേഴ്സിറ്റി മുൻ വിസിയുമായ MM കാൾബർഗി വെടിയേറ്റ് മരിച്ചു. ധാർവാഡിലെ കല്യാൺ നഗർ വസതിയിൽ രാവിലെ 8:45ഓടെയാണ് അജ്ഞാത സംഘം അദ്ദേഹത്തിന് നേരെ വെടിയുയർത്തത്. നെറ്റിയിലും നെഞ്ചിലും വെടിയേറ്റ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വിഗ്രഹാരാധനയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ എന്നും നിലകൊണ്ട കാൾബർഗി ഹിന്ദു തീവ്രവാദികളുടെ നോട്ടപ്പുള്ളിയായിരുന്നു. സംഘപരിവാർ സംഘടനകളിൽ നിന്നും അദ്ദേഹത്തിന് നിരന്തരം ഭീഷണിയുണ്ടായിരുന്നു.